ആലപ്പുഴയിലെ ബി.ജെ.പി. ബി.ഡി.ജെ.എസ് തർക്കം പരിഹരിക്കാൻ നാളെ നിർണായക ചർച്ച. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയും കൂടിക്കാഴ്ച നടത്തും. സീറ്റ് ചർച്ചയിലെ പോരായ്മകൾ പഠിക്കാൻ ഇരു പാർട്ടികളിലെയും പ്രതിനിധികളെയും ഉൾപ്പെടുത്തി സമിതിയെ നിയോഗിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും ഇത്തരത്തിൽ വിവിധ മുന്നണികൾക്കുള്ളിൽ തർക്കങ്ങൾ രൂക്ഷമായി തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ബി.ഡി.ജെ.എസും എൻ ഡി എ മുന്നണിക്കകത്ത് വന്നിട്ടുള്ള ബി.ഡി.ജെ.എസും ബി.ജെ.പിയുമായുള്ള തർക്കമാണ് എന്നുള്ളതാണ്. കാരണം പലയിടങ്ങളിലും ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് പോസ്റ്റർ പതിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് ഇപ്പോൾ ചേർത്തലയിലെ എത്തുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നാളെയാണ് ചേർത്തലയിൽ ട്രാവൻകൂർ പാലസിൽ വെച്ചിട്ട് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഒപ്പം ബി.ഡി.ജെ.എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും ആ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ബി.ഡി.ജെ.എസിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആളുകൾ വരെയുള്ളവർ വീതം ക്ഷണിക്കപ്പെട്ട ആളുകളാണ് നാളത്തെ യോഗത്തിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ബി.ജെ.പി. പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായി തർക്കം നിലനിൽക്കുന്നത് കായംകുളം ഡിവിഷനിലാണ്. കായംകുളത്തെ തന്നെ കായംകുളം നിയോജക മണ്ഡലത്തിലെ കൃഷ്ണപുരം ഡിവിഷൻ, ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കൃഷ്ണപുരം ഡിവിഷനിലാണ് പ്രധാന തർക്കം നിലനിൽക്കുന്നത്. ആ സീറ്റ് ബി.ഡി.ജെ.എസ് ആവശ്യപ്പെട്ടിരുന്നു. അവർക്ക് നല്ല സ്വാധീനമുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടു. മാത്രമല്ല നേരത്തെയുള്ള മേൽ കമ്മിറ്റികൾ തീരുമാനമാക്കിയതിനു ശേഷം, അതായത് എൻ ഡി എയുടെ യോഗങ്ങളിൽ തീരുമാനമാക്കിയതിനു ശേഷമായിരുന്നു ഇത്തരം ബി.ഡി.ജെ.എസിന് കായംകുളത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, കൃഷ്ണപുരം ഡിവിഷൻ നൽകാമെന്നുള്ളതിന്റെ തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ അത് ആ മേൽഘടകങ്ങൾ, എൻ ഡി എയുടെ മേൽഘടകങ്ങൾ എടുത്ത തീരുമാനം താഴത്തേക്ക് വന്നപ്പോൾ ബി.ജെ.പി. താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ ജില്ലയിലെ ബി.ജെ.പി. പ്രവർത്തകർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ഈ കൃഷ്ണപുരം ഡിവിഷനിലേക്ക് ബി.ജെ.പിയും സ്ഥാനാർത്ഥി നിർത്തി. അതോടൊപ്പം തന്നെ അവിടെ ബി.ഡി.ജെ.എസും പോസ്റ്റർ അടക്കമടിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹരിപ്പാട് പള്ളിപ്പാട് പഞ്ചായത്തിൽ 14-ാം വാർഡിലും മാവേലിക്കര മുനിസിപ്പാലിറ്റിയിൽ 18-ാം വാർഡിലും തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഈ സീറ്റുകളെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോൾ ബി.ഡി.ജെ.എസ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവിടെയെല്ലാം തന്നെ ബി.ഡി.ജെ.എസ് അവരുടേതായ സ്ഥാനാർത്ഥികളെ പോസ്റ്ററുകളടക്കം പതിപ്പിച്ചുകൊണ്ട് പ്രചാരണവുമായി കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അവർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. പല ഘട്ടത്തിലും ബി.ജെ.പിയുടെ അമിതമായ ഇടപെടൽ അതൃപ്തി ബി.ഡി.ജെ.എസ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ സ്ഥാനങ്ങളിലടക്കം നൽകുന്നതിൽ തർക്കം നിലനിന്നിരുന്നു. ആ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് വന്ന ഒരു ഘട്ടത്തിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുന്നത്. പക്ഷേ അവിടെ അതിരൂക്ഷമായ തർക്കത്തിലേക്ക് സീറ്റുകളെ സംബന്ധിച്ച, സീറ്റ് വിഭജനത്തെ സംബന്ധിച്ച തർക്കത്തിൽ അതിരൂക്ഷമായ തർക്കത്തിലേക്ക് ബി.ജെ.പി. നേതൃത്വങ്ങൾ തമ്മിൽ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും നാളെ ഉച്ചയോടുകൂടിയാണ് ആലപ്പുഴ ചേർത്തലയിൽ വെച്ച് തുഷാർ വെള്ളാപ്പള്ളിയുടെയും ഒപ്പം തന്നെ ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള യോഗം, പ്രശ്നപരിഹാരത്തിനുള്ള യോഗം ചേരുക.